നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആമുഖം എന്നൊരു ഒരു ടോപ്പിക്കാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും. ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത് അറ്റോർണി ജനറൽ, പിന്നെ അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG, പിന്നെ ഫൈനാൻസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, എല്ലാവരും അറിയുന്നുണ്ടാവും, UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കാസ്റ്റ്, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, അതുപോലെ തന്നെ GST കൗൺസിൽ. അങ്ങനെ കുറച്ച് ഒരു വലിയൊരു ടോപ്പിക്കാണിത്. അപ്പം അറ്റോർണി ജനറൽ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഫൈനാൻസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, GST കൗൺസിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അറ്റോർണി ജനറൽ, ഭാരതത്തിന്റെ അറ്റോർണി ജനറൽ അല്ലെ? അത് കേൾക്കുമ്പോൾ ആ പദവി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 5ാമത്തെ ഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ 5ാമത്തെ ഭാഗം നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്തുണ്ട്? ടോട്ടലി 25 ഭാഗങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ടോട്ടലി 25 ഭാഗങ്ങളുണ്ട്. അതിൽ 5ാമത്തെ ഭാഗം എടുത്താൽ ആർട്ടിക്കിൾ 52 മുതൽ ആർട്ടിക്കിൾ 151 വരെയുള്ള ആർട്ടിക്കിളാണ് ഉള്ളത് ഈ നമ്മുടെ 5ാമത്തെ ഭാഗത്തിൽ. ഇതിനകത്ത് ആർട്ടിക്കിൾ 76 ഭാരതത്തിന്റെ അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സോ അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്, ആർട്ടിക്കിൾ 76. ഇനി ഭാഗം എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ 5ാമത്തെ ഭാഗം ആർട്ടിക്കിൾ 76. ഇനി ഈ ഒരു പദവിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയുന്ന വസ്തുത എന്താണെന്ന്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നു, അഥവാ ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ജോലി എന്താണ്? ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടുന്ന നിയമപരമായ ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി നിയമിക്കുന്ന ഒരു വ്യക്തിയാണ് അറ്റോർണി ജനറൽ. അപ്പം ഹീസ് എ ചീഫ് ലീഗൽ അഡ്വൈസർ ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി പറയാം. ഭാഗം 5, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ്, നിയമ ഉപദേശകനാണ്. ഇനി ഇദ്ദേഹത്തിന് പ്രഥമ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പ്രാഥമിക അഭിഭാഷകൻ എന്നൊക്കെയും വിളിക്കാറുണ്ട്. അതായത് ഇന്ത്യ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ആര്? ഭാരതത്തിന്റെ അറ്റോർണി ജനറൽ. ഇനി ഇദ്ദേഹത്തിന് നമുക്ക് പൂർണ്ണമായ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, പൂർണ്ണമായിട്ടൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഗവൺമെന്റിന്റെ വക്താവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു
പെർമനന്റ് എംപ്ലോയി അല്ല ഇദ്ദേഹം. അതായത് ഗവൺമെന്റിന് എന്തെങ്കിലും വിഷയം വരുന്ന സമയത്ത് മാത്രമാണ് എന്തെന്ന് ഇദ്ദേഹത്തിന് ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഗവൺമെന്റ് ഇതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്. അതുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടൊരു ഗവൺമെന്റ് എംപ്ലോയി എന്ന് ഇദ്ദേഹത്തിന് വിളിക്കാൻ പറ്റില്ല. ഇനി അടുത്തൊരു ചോദ്യം, ആരാണ് ഈ വ്യക്തിനെ നിയമിക്കുന്നത്? ആരാണ് അറ്റോർണി ജനറലെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ രാഷ്ട്രപതി അല്ലെ, നമ്മുടെ പ്രസിഡന്റ് ആണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ഇവിടെ ഓർമ്മിക്കേണ്ടത്, അതായത് ഇപ്പോൾ കേന്ദ്ര തലത്തിലുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ആയാലും പിന്നെ ആരാണ് നിയമിക്കുന്നത്? നമ്മുടെ രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ആരാണോ നിയമിക്കുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്, ആ വ്യക്തി തന്നെ ആയിരിക്കും എന്തെന്ന് റിമൂവ് ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ കേന്ദ്ര തലത്തിൽ വരുന്ന എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലെയും ആൾക്കാരെ നിയമിക്കുന്നവരാണ് രാഷ്ട്രപതി തന്നെയാണ്. റിമൂവ് ചെയ്യാനുള്ള അവകാശം ആയിരിക്കും തന്നെയാണ് രാഷ്ട്രപതിക്ക് തന്നെയാണ്. അത് അപ്പോൾ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ കേന്ദ്ര തലത്തിലുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അപ്പോയിന്റ് ചെയ്യുന്നതും അവരെ റിമൂവ് ചെയ്യുന്ന അവകാശവും രാഷ്ട്രപതിക്കുള്ളതാണ്. ഇനി രാജിക്കത്ത് സമർപ്പിക്കേണ്ടതായാലും ആയിരിക്കും തന്നെയാണ് രാഷ്ട്രപതിക്ക് തന്നെയാണ്. അപ്പൊ അറ്റോർണി ജനറൽ ആയിരിക്കും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഇനി അറ്റോർണി ജനറലായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ അല്ലെ, എന്തിന്റെ ക്വാളിഫിക്കേഷനിലാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടുന്ന യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി ജഡ്ജി ആകുന്നതിന് വേണ്ട സെയിം യോഗ്യതയാണ് ഒരു അറ്റോർണി ജനറലിന് ആവശ്യമായിട്ടുള്ളത്. സുപ്രീം കോടതി ജഡ്ജി ആവുന്നതിന് വേണ്ട സെയിം യോഗ്യതയാണ് എന്തെന്ന് അറ്റോർണി ജനറലിന് ആവശ്യമായിട്ടുള്ളത്. സോ അറ്റോർണി ജനറലായിട്ട് ഒരാളെ പരിഗണിക്കണമെങ്കിൽ ഒരൊറ്റ ക്വാളിഫിക്കേഷൻ മാത്രമേ വേണ്ടൂ, ഒരു സുപ്രീം കോടതി ജഡ്ജി ആകുന്നതിന് വേണ്ട ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം വരും, എന്താണ് സുപ്രീം കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യത? സുപ്രീം കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം. സോ ഇന്ത്യൻ പൗരനായ ഒരു വ്യക്തിക്ക് മാത്രമേ സുപ്രീം കോടതി ജഡ്ജി ആവാൻ പറ്റൂ. അപ്പം അറ്റോർണി ജനറൽ സെയിം തന്നെയാണ് അല്ലെ, ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അറ്റോർണി ജനറൽ ആവാനും പറ്റൂ. ഇനി രണ്ടാമത്തതിൽ 3 ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഈ 3-ൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയയിൽ ഓക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ ആയി വന്നാൽ മതി. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഹൈക്കോടതികളിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും ജഡ്ജിയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം എന്നാ പറഞ്ഞത്. ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും ഹൈക്കോടതി ജഡ്ജിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം. കുറഞ്ഞത് ഒന്നോ അതിലധികമോ ഹൈക്കോടതിയിൽ 5 വർഷം ജഡ്ജിയായി വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം എന്തെന്ന് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മറ്റൊരു കണ്ടീഷൻ, ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഹൈക്കോടതികളിൽ 10 വർഷമെങ്കിലും എന്തായിരിക്കണം? അഭിഭാഷകനായിരിക്കണം. അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഹൈക്കോടതികളിൽ 10 വർഷമെങ്കിലും അദ്ദേഹം എന്തായിരിക്കണം? അഭിഭാഷകനായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ ഒരു പ്രഗത്ഭനായ നിയമജ്ഞനായാലും മതി. ഓക്കെ, നമ്മുടെ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു പ്രഗത്ഭനായ നിയമജ്ഞനാണ് എന്ന് തോന്നിയാലും എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് സുപ്രീം കോടതി ചീഫ് ജഡ്ജായിട്ട് പരിഗണിക്കാം. ഓക്കെ, അപ്പം ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഓക്കെ വന്നാൽ മതി. അപ്പൊ 2 ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ പൗരനായിരിക്കണം അല്ലേ. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ ടോട്ടൽ 2 ക്വാളിഫിക്കേഷൻ ആയല്ലോ. അതിൽ രണ്ടാമത്തതിൽ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഓക്കെ മതി. ഇനി അപ്പം ഇതേ യോഗ്യതയുള്ള, അതായത് ഇതേ സെയിം യോഗ്യതയുള്ള വ്യക്തി ആവണം ആര്? നമ്മുടെ ഭാരതത്തിന്റെ അറ്റോർണി ജനറൽ. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഭാരതത്തിന്റെ അറ്റോർണി ജനറലിനെ പറ്റിയിട്ടാണ്. അപ്പം ഇതേ സെയിം യോഗ്യതയുള്ള വ്യക്തി ആയിരിക്കണം ആര്? ഭാരതത്തിന്റെ അറ്റോർണി ജനറലും. ഇനി മറ്റൊരു പോയിന്റ്, ഈ സുപ്രീം കോടതി ജഡ്ജി ആവാൻ വേണ്ടിയിട്ടുള്ള ഏജ് ലിമിറ്റ് അതൊന്നും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. ഇത്ര ഏജ് ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ഏജ് വരെ ആകാവൂ, അങ്ങനെ ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ അറ്റോർണി ജനറലിന്റെ കേസിൽ അതുപോലെ തന്നെ എന്ത് പറയുന്നില്ല? ഏജ് ലിമിറ്റ് പറയുന്നില്ല. ഇനി മറ്റൊരു ഇതാണ്, അറ്റോർണി ജനറലിന്റെ കാലാവധി എത്രയാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കാലാവധി പ്രതിപാദിക്കാത്ത ഒരേ ഒരു പദവി മാത്രമേ ഉള്ളൂ, അത് അറ്റോർണി ജനറലിന്റെ ആണ്. ഓർത്തിരിക്കുക, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കാലാവധി പ്രതിപാദിക്കാത്ത ഒറ്റ പദവി മാത്രമേ ഉള്ളൂ, അത് അറ്റോർണി ജനറലിന്റെ ആണ്. അത് എപ്പോഴും ഓർത്തിരിക്കുക.
അപ്പൊ അറ്റോർണി ജനറലിന്റെ കാലാവധി നിശ്ചയിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ കാലാവധിയെക്കുറിച്ച് ഭരണഘടനയിൽ എന്തില്ല, ഒന്നും പറയുന്നില്ല, ഒന്നും പ്രതിപാദിക്കുന്നില്ല. ഇവിടെ രാഷ്ട്രപതിയുടെ ഇഷ്ടപ്രകാരമാണ്, അതായത് ഇഷ്ടപ്രകാരം എന്ന് പറയുമ്പോൾ, രാഷ്ട്രപതിയുടെ ഇഷ്ടപ്രകാരം എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന വ്യക്തി അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ കൂടുതൽ പവർ ഉള്ളത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന വ്യക്തികളെയാണ് ഭാരതത്തിന്റെ അറ്റോർണി ജനറൽ ആയിട്ട് നിയമിക്കുന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടുന്ന നിയമ ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തെന്ന് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. ഓക്കെ, അപ്പം കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ ഭരിക്കുന്നത്, അപ്പൊ അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അറ്റോർണി ജനറൽ നിയമിക്കുന്നത്. പക്ഷേങ്കിൽ രാഷ്ട്രപതിയായിരിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, അത്രമാത്രം. കേന്ദ്ര ഗവൺമെന്റാണ് മൊത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സോ അങ്ങനെയുള്ള വ്യക്തി കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കും. സോ എന്ത് പറയാം, പ്രസിഡന്റിന് താല്പര്യമുള്ള അത്രയും കാലം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രസിഡന്റിന് താല്പര്യമുള്ള അത്രയും കാലം അദ്ദേഹത്തിന് എന്താകാം, അറ്റോർണി ജനറൽ ആയിട്ട് തുടരാം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യമുള്ള അത്രയും കാലം തന്നെ ആണ് അതിന്റെ അർത്ഥം. സോ അപ്പോൾ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന് എന്തെങ്കിലും സംഭവിക്കുകയാണെന്ന് വെച്ചോ, ഉദാഹരണം ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് രാജിവെച്ചെന്ന് കരുതുക, അല്ലെങ്കിൽ പിരിച്ചു വിട്ടു എന്ന് കരുതുക. അതുമല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കാലാവധി തീർന്നുപോയി, അല്ലെ 5 വർഷം കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് കാലാവധി തീർന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റോർണി ജനറൽ എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ടും അറ്റോർണി ജനറൽ എന്ത് ചെയ്യും, രാജിക്കത്ത് നൽകിയിട്ട് പിന്മാറും. കാരണം അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരാളായിരിക്കും. പുതിയൊരു ആൾ വരുമ്പോൾ പുതിയൊരു അറ്റോർണി ജനറലായിരിക്കും അവർ വെക്കുക. ഇനി അദ്ദേഹത്തിന് ഏജ് ലിമിറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ഏജ് ലിമിറ്റ്, പ്രായപരിധി ഒന്നും പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റിന് അറ്റോർണി ജനറലിനെ നീക്കം ചെയ്യാനും സാധിക്കും. നീക്കം ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്, പ്രസിഡന്റിന് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിക്കുക, ഇദ്ദേഹത്തിന്റെ ശമ്പളത്തിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് നീക്കം ചെയ്യാനുള്ള പ്രൊസീജിയറിനെ കുറിച്ചിട്ട്, ഇദ്ദേഹത്തിന്റെ കാലാവധിയെ കുറിച്ചിട്ടും ഒന്നും ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. ഇനി രാജിക്കത്ത് സമർപ്പിക്കേണ്ട ആർക്കാണ് പറഞ്ഞു, പ്രസിഡന്റിനാണ് സമർപ്പിക്കേണ്ടത്. പിന്നെ നിയമിക്കുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും പിന്നെ പുറത്താക്കാനുള്ള അനുവാദം ഒക്കെ ആയിരിക്കും രാഷ്ട്രപതിക്ക് തന്നെയാണ് ഉള്ളത്. പിന്നെ സാലറിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. സാലറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ സാലറി ഇല്ല എന്നുള്ള അർത്ഥമില്ല. സാലറി ആരാണ് തീരുമാനിക്കുക, അറ്റോർണി ജനറലിന്റെ സാലറിയും തീരുമാനിക്കുന്ന ആര് തന്നെയാണ്, പ്രസിഡന്റ് ആണ്. അപ്പൊ പ്രസിഡന്റ് തീരുമാനിക്കുന്ന സാലറി ആയിരിക്കും അദ്ദേഹത്തിന്റെ സാലറി. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റായിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം. ഭരണഘടനയുടെ ഭാഗം 5 ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറലിന്റെ ഓഫീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമ ഉപദേഷ്ടാവും സുപ്രീം കോടതിയിലെ അവരുടെ പ്രാഥമിക അഭിഭാഷകനുമാണ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ല, അദ്ദേഹം സർക്കാരിന്റെ വക്താവാണ്. ഇനി അദ്ദേഹത്തെ നിയമിക്കുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രപതി. യോഗ്യതാ മാനദണ്ഡം, സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാൻ യോഗ്യത ഉണ്ടായിരിക്കണം. സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഈ പിന്നെ കൺഫ്യൂഷൻ ആവരുത്, സുപ്രീം കോടതിന്റെ പിന്നെ ജഡ്ജി ആവാനുള്ള യോഗ്യത മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി കാര്യങ്ങളൊന്നും സെയിം അല്ല. അപ്പം യോഗ്യതാ മാനദണ്ഡം മാത്രമാണ് സുപ്രീം കോടതി ജഡ്ജിൻ്റെത്, ബാക്കി കാലാവധി, ശമ്പളം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അത് ഓർമ്മിച്ച് നോക്കണം, ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു യോഗ്യതയുടെ കേസിൽ മാത്രമാണ് നിന്ന് രണ്ടാളും ഒരേപോലെ എന്ന് പറയുന്നത്. ഇനി സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, ഒന്ന് ഇന്ത്യൻ പൗരനാവണം. രണ്ടാമത്തത്, ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഹൈക്കോടതിയിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ചിരിക്കണം. ഇനി അതുമല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ നിയമജ്ഞൻ ആയിരിക്കണം. രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ നിയമജ്ഞൻ ആയിരിക്കണം. നെക്സ്റ്റ്, കാലാവധി. അറ്റോർണി ജനറലിന് ഭരണഘടന ഒരു കാലാവധി നിശ്ചയിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ പ്രസിഡന്റിന്റെ ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം ഈ ഒരു പദവി വഹിക്കുന്നത്. അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റിന് നീക്കം ചെയ്യാം. അറ്റോർണി ജനറലിന് പ്രായപരിധി ഇല്ല. എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കാലാവധി ഇല്ല, പ്രസിഡന്റിന്റെ ഇഷ്ടമുള്ള അത്രയും കാലം പദവി വഹിക്കാം. പിന്നെ എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റിനെ നീക്കം ചെയ്യാം.
പരിധിയും ഇല്ല. മറ്റൊരു പോയിന്റ്, കൂടാതെ അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളോ കാരണങ്ങളോ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളോ കാരണങ്ങളോ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. ഇനി പ്രസിഡന്റിന് രാജി സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തന്റെ സ്ഥാനം രാജിവെക്കാനും കഴിയും. ഇനി കാലാകാലങ്ങളായി ഗവൺമെന്റ്, അതായത് മന്ത്രിമാരുടെ കൗൺസിൽ രാജിവെക്കുമ്പോഴോ മാറുമ്പോഴോ അദ്ദേഹം രാജിവെക്കുന്നു. കാരണം അവരുടെ പ്രകാരമാണ് നിയമിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അവര് ഒരു കാലാവധി കഴിയുമ്പം ഇദ്ദേഹവും മാറും, അല്ലെങ്കിൽ ഗവൺമെന്റ് പുതിയ ആളെ നിയമിക്കും എന്തായാലും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, അറ്റോർണി ജനറലിന്റെ പ്രതിഫലം ഭരണഘടന നിശ്ചയിച്ചിട്ടില്ല. ഭരണഘടനയിലൊന്നും പറയുന്നില്ല. പിന്നെ ആരാ നിശ്ചയിക്കുന്നത്? പ്രസിഡന്റ് നിർണ്ണയിക്കുന്ന പ്രതിഫലമായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പം അറ്റോർണി ജനറലിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എന്താണ്? നിയമ ഉപദേശം നൽകുക, അല്ലെ? നമ്മുടെ ഗവൺമെന്റിലെ നിയമ ഉപദേശം നൽകുക. അപ്പൊ രാഷ്ട്രപതി ഇദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു കാര്യം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടുന്ന നിയമ ഉപദേശം നൽകുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രപതി പറയുകയാണ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടുന്ന നിയമ ഉപദേശം, പർട്ടിക്കുലർ വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നിയമ ഉപദേശം ആവശ്യമാണെന്ന്. അപ്പം അത് ചെയ്തു കൊടുക്കുക എന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ഒരു ഉത്തരവാദിത്വം. അപ്പൊ രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. സോ ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടുന്ന നിയമ ഉപദേശം നൽകുക, അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ കേസുകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുക, അതിനു വേണ്ടുന്ന പിന്നെ വാദങ്ങളൊക്കെ നടത്തണമെങ്കിൽ വാദങ്ങളൊക്കെ നടത്തുക. ഇതൊക്കെയാണ് അറ്റോർണി ജനറലിന്റെ ഉത്തരവാദിത്തം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റ് വായിക്കാം. പ്രസിഡന്റ് അദ്ദേഹത്തിന് റഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന് ഉപദേശം നൽകുക. പ്രസിഡന്റ് അദ്ദേഹത്തിന് റഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന് ഉപദേശം നൽകുക. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ്, പ്രസിഡന്റ് നിയോഗിക്കുന്ന നിയമപരമായ സ്വഭാവമുള്ള മറ്റു കടമകൾ നിർവഹിക്കുന്നതിന്. ഇനി ഭരണഘടനയോ മറ്റേതെങ്കിലും നിയമമോ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന്. ഓക്കെ, അപ്പൊ ഭരണഘടനയോ മറ്റേതെങ്കിലും നിയമമോ, ഭരണഘടനയിൽ വേറെ എന്തെങ്കിലും ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ലോകളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർത്തവ്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാം. ഇനി ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച എല്ലാ കേസുകളിലും ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും ഹാജരാകുക. ഓക്കെ, നമ്മൾ പറഞ്ഞു. ഇനി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോടതിയിൽ രാഷ്ട്രപതി നടത്തുന്ന ഏതൊരു പരാമർശത്തിലും ഇന്ത്യ സർക്കാരിനെ പ്രതിനിധീകരിക്കുക. അപ്പം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 നമ്മളിത് പിന്നെ ബെറുബാറി യൂണിയൻ കേസ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? എന്തായിരുന്നു? പ്രസിഡന്റ് സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യുന്ന ഒരു സംഭവം ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആർട്ടിക്കിൾ 143 അല്ലെ, ഈ 143 ശരിക്കും പ്രസിഡന്റ് ഡയറക്റ്റ് അല്ല സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ പ്രൊസീജിയറൊക്കെ ചെയ്യുന്നത്. ആര് മുഖേനയാണ്? നമ്മുടെ അറ്റോർണി ജനറൽ മുഖേനയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോടതിയിൽ രാഷ്ട്രപതി നടത്തുന്ന ഏതൊരു പരാമർശത്തിലും ഇന്ത്യ സർക്കാരിനെ പ്രതിനിധീകരിക്കുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോടതിയിൽ രാഷ്ട്രപതി നടത്തുന്ന ഏതൊരു പരാമർശത്തിലും ഇന്ത്യ സർക്കാരിനെ പ്രതിനിധീകരിക്കുക. അതായത് ആർട്ടിക്കിൾ 143 പ്രകാരം രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. എന്തിന്? നിയമപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഉപദേശം തേടാൻ. നമ്മൾ പറഞ്ഞില്ലേ ഓൾറെഡി, ബെറുബാറി കേസിൽ ഇങ്ങനെ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ നിയമ ഉപദേശം നേടാൻ വേണ്ടിയിട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട് ആർട്ടിക്കിൾ 143 പ്രകാരം. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആണ്. സോ അവിടെ കുറെ മാനദണ്ഡങ്ങൾ ഉണ്ട്, കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതിനുവേണ്ടി സുപ്രീം കോടതിയിൽ ആരാണ് പോവുക? രാഷ്ട്രപതി നേരിട്ട് പോവില്ല. അത് ചെയ്യുന്നവരായിരിക്കും അറ്റോർണി ജനറൽ ആയിരിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും രാഷ്ട്രപതി ആർട്ടിക്കിൾ 143 അധികാരം ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടുന്ന നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആരായിരിക്കും? അറ്റോർണി ജനറൽ ആയിരിക്കും. ഓക്കെ,
സോ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുകൂടി പറയാം. പ്രസിഡന്റ് അദ്ദേഹത്തിന് റെഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന് ഉപദേശം നൽകുക. സോ പ്രസിഡന്റ് ആണ് എന്തെന്ന് റെഫർ ചെയ്യുന്നത്. പ്രസിഡന്റ് നിയോഗിക്കുന്ന നിയമപരമായ സ്വഭാവമുള്ള മറ്റു കടമകൾ നിർവഹിക്കുന്നതിന്. അപ്പം നിയമപരമായിട്ടുള്ള മറ്റേതെങ്കിലും വിഷയം പ്രസിഡന്റ് ആവശ്യപ്പെട്ടാൽ ചെയ്യാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. കാരണം ഇദ്ദേഹം എന്താണ്, ഭാരതത്തിന്റെ ലീഗൽ അഡ്വൈസർ ആണ്. ഇനി നിയമപരമായിട്ട് വിഷയം എന്ന് പറയുമ്പോൾ എന്താണ്, ഉദാഹരണം ഇപ്പം നമ്മളൊരു പുതിയൊരു എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ രാജ്യത്തിൽ. അതിലെന്തെങ്കിലും ലൂപ്പ് ഹോള് അല്ലേ, ലൂപ്പ് ഹോളോ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പം ഇങ്ങനെ ഒരു നിയമം വരുന്നത് കൊണ്ട് ഏതെങ്കിലും വിഭാഗത്തിന് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത് കോടതി ചോദ്യം ചെയ്യാൻ സാധ്യത ഉണ്ടോ, ഇനി ഇത് കോടതി ഏതെങ്കിലും വിധത്തിൽ തടയാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള വിഷയങ്ങളാണെന്തെന്ന് ഗവൺമെന്റ് അറ്റോർണി ജനറലിനോട് ചോദിക്കുന്നത്. ഉപദേശം ഇത്തരം കാര്യത്തിലാണ് ഉപദേശം തേടുന്നത്. ഓക്കെ. ഇനി ഭരണഘടനയോ മറ്റേതെങ്കിലും നിയമമോ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന്. ഓക്കെ. അപ്പം ഇതല്ലാതെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 76 അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്യൂട്ടീസ് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെ നിർവഹിക്കാം. വേറെ ഏതെങ്കിലും നിയമത്തിൽ എന്തെങ്കിലും ചുമതലകൾ പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് നിർവഹിക്കാനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച എല്ലാ കേസുകളിലും ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഹാജരാകുക. അതായത് എന്താണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ കേസുകളിലും പിന്നെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഹാജരാകാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അറ്റോർണി ജനറൽ ആണ്. ഓക്കെ. ലാസ്റ്റ് പോയിന്റ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോടതിയിൽ രാഷ്ട്രപതി നടത്തുന്ന ഏതൊരു പരാമർശത്തിനും ഇന്ത്യ സർക്കാരിനെ പ്രതിനിധീകരിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിൽ പറയുന്നത്. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റൈറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. തൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കാനുള്ള എന്ന് വെച്ചാൽ കോടതിയിൽ ഹാജരാകാനും സംസാരിക്കാനുമുള്ള നിയമപരമായ അവകാശം ഉണ്ട്. കോടതിയിൽ ഹാജരാകാനും സംസാരിക്കാനും ഉള്ള നിയമപരമായിട്ടുള്ള അവകാശം ഉണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ അറ്റോർണി ജനറലിന് എല്ലാ കോടതികളിലും കേൾക്കാനുള്ള എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഹാജരാകാനും സംസാരിക്കുവാനുള്ള നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. സോ ഏത് കോടതിയിലും പങ്കെടുക്കാം, ഏത് കോടതിയിലും വാദിക്കാം. സുപ്രീം കോടതി ആയിക്കോട്ടെ, ഹൈക്കോടതി ആയിക്കോട്ടെ, കീഴ്ക്കോടതി ആയിക്കോട്ടെ, ഏത് കോടതിയിലും അപ്പിയർ ചെയ്യാം. കീഴ്ക്കോടതികളൊന്നും അദ്ദേഹം പോവില്ല. മാക്സിമം സുപ്രീം കോടതി, ഹൈക്കോടതി. ഓക്കെ. അപ്പം തൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കാനുള്ള കോടതിയിൽ ഹാജരാകാനും സംസാരിക്കുവാനുള്ള നിയമപരമായ അവകാശം ഉണ്ട്. എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഹിയർ, അതുപോലെ തന്നെ സംസാരിക്കുവാനുള്ള, വാദപ്രതിവാദം നടത്തുവാനുള്ള അധികാരം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതാണ് ബ്രാക്കറ്റിൽ ഇട്ടത് ഉദ്ദേശിച്ചത്. സോ നെക്സ്റ്റ് പോയിന്റ്, കൂടാതെ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൻ്റെയും പാർലമെന്റിന്റെ ഏതെങ്കിലും കമ്മിറ്റിയുടെയും നടപടിക്രമങ്ങളിൽ സംസാരിക്കുവാനും പങ്കെടുക്കുവാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്. എന്നാൽ വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് അറിയാമോ? ഇത് പിന്നെ അറ്റോർണി ജനറൽ വരുന്ന സംഭവമല്ല, എന്നാലും പറയാം. ആർട്ടിക്കിൾ 88 ഈ അറ്റോർണി ജനറലിന്റെ ഈ അധികാരങ്ങളൊക്കെ പറയുന്നത്. അത് പക്ഷെ പാർലമെന്റ് എന്ന ടോപ്പിക്കിലാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? പാർലമെന്റിന്റെ ഇരു സഭകളിലും എന്ന് പറയുമ്പോൾ പാർലമെന്റിന് 2 സഭകളുണ്ട് അല്ലേ? ഒന്ന് രാജ്യസഭ, അതുപോലെ തന്നെ ഒന്ന് ലോകസഭ. സോ ഈ 2 സഭകളിലും അതുപോലെ തന്നെ സംയുക്ത സമ്മേളനം നടത്തുന്ന സമയത്തും, പാർലമെന്റ് 2 സഭകളും സംയുക്ത സമ്മേളനം നടത്തുന്ന സമയത്തും, അല്ലെങ്കിൽ ഈ 2 സഭകളുടെയും സമ്മേളനത്തിലും, ഇനി ഇതൊന്നും അല്ലാതെ പാർലമെന്റിനകത്ത് കമ്മിറ്റികളുണ്ട്, പാർലമെന്റിനകത്തും കമ്മിറ്റികളുണ്ട്. പാർലമെന്ററി കമ്മിറ്റികളിലൊക്കെ ആർക്ക് പങ്കെടുക്കാം? അറ്റോർണി ജനറലിന് പങ്കെടുക്കാം. കാരണം എന്താണ്? നിയമപരമായ വിഷയങ്ങളിൽ ഗവൺമെന്റിന് ഉപദേശം നൽകുന്ന ആളാണ് നമ്മുടെ അറ്റോർണി ജനറൽ. സോ ഈ കമ്മിറ്റികളിലൊക്കെ പങ്കെടുക്കാം. കാരണം ഈ കമ്മിറ്റികളിൽ പല തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പം നമുക്ക് ആ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? ഗവൺമെന്റിന് ഉപദേശങ്ങളും മറ്റുമൊക്കെ നൽകേണ്ട ആളാണ് നമ്മളെ അറ്റോർണി ജനറൽ.
പക്ഷേ എന്നാൽ പാർലമെന്റിൽ വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെന്റിൽ വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. അതായത് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കുന്ന സമയത്തോ ഏതെങ്കിലും വിഷയത്തിൽ തീരുമാനമെടുക്കുന്ന സമയത്തോ അദ്ദേഹത്തിന് വോട്ടവകാശം ഉണ്ടായിരിക്കുന്നതല്ല. കാരണം പാർലമെന്റിന്റെ ഒരു മെമ്പർ ഒന്നുമല്ല അദ്ദേഹം. അറ്റോർണി ജനറൽ ഒരു പാർലമെന്റ് മെമ്പർ അല്ല, പാർലമെന്റിന്റെ ഭാഗവുമല്ല. സോ അദ്ദേഹം പാർലമെന്റ് അംഗമല്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രിവിലേജ് അല്ലെ, ചില പ്രത്യേക അധികാരങ്ങളാണ് ഈ ആർട്ടിക്കിൾ 88 കൊടുത്തിട്ടുള്ളത്. സോ എന്താണ്, പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിന്റെയും പാർലമെന്റിന്റെ ഏതെങ്കിലും കമ്മിറ്റികളുടെയും നടപടിക്രമങ്ങളിൽ സംസാരിക്കുവാനും പങ്കെടുക്കുവാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്. എന്നാൽ വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. സോ പാർലമെന്റ് അംഗമല്ലാത്ത, പാർലമെന്റിൽ പങ്കെടുക്കാൻ അനുവാദമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അറ്റോർണി ജനറൽ. അതുപോലെ തന്നെ മറ്റൊരാളാണ് രാഷ്ട്രപതി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ 2 പോയിന്റ് ഇദ്ദേഹത്തിന്റെ റൈറ്റ്സ് ആയിരുന്നു, കുറച്ച് അവകാശങ്ങളായിരുന്നു, അധികാരങ്ങളായിരുന്നു. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് എന്തുണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, നോട്ട് എ ഗവൺമെന്റ് സർവന്റ്. അപ്പം അറ്റോർണി ജനറൽ സർക്കാരിന്റെ മുഴുവൻ സമയ ഉദ്യോഗസ്ഥനല്ല. ഓക്കെ, അതായത് 24 മണിക്കൂറും സർക്കാരിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളല്ല അറ്റോർണി ജനറൽ. കാരണം അതിന്റെ ആവശ്യവും ഇല്ല. എന്തിനാണ് അദ്ദേഹം 24 മണിക്കൂർ സർക്കാരിന്റെ കൂടെ പ്രവർത്തിക്കണം? അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കുമ്പോൾ അവിടെ അറ്റോർണി ജനറലിന്റെ അഭിപ്രായത്തിന് എന്തില്ല, യാതൊരു പ്രസക്തിയുമില്ല. ഇപ്പം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമാണ് എന്തെന്ന് അദ്ദേഹത്തിനെ സമീപിക്കുന്നത്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ തേടുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം ഒരു നിയമ ഉദ്യോഗസ്ഥനും നിയമ ഉപദേഷ്ടാവുമാണ്, പക്ഷെ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന്റെ ഭാഗമല്ല. ഓക്കെ, അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ് മെഷീനറിയുടെ ഭാഗമല്ല. പക്ഷെ പറഞ്ഞു വരുമ്പോൾ പാർട്ട് 5, നമ്മളെ ഭാഗം 5, നമ്മുടെ അഞ്ചാമത്തെ ഭാഗത്തിൽ ചാപ്റ്റർ 1 തന്നെയാണ് എന്തെന്ന് അറ്റോർണി ജനറലിനെ കുറിച്ചും പ്രതിപാദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്നത് ഭാഗം 5 തന്നെയാണ്. പക്ഷേങ്കിൽ എന്താണ്, അദ്ദേഹം എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളെ കേരള PSC എക്സാമിനെയൊക്കെ സംബന്ധിച്ചിട്ട് എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ല. അപ്പൊ എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ലാത്തത് ആരാന്ന് ചോദിച്ചാൽ അറ്റോർണി ജനറൽ ആൻസർ ആയിട്ട് വരാറുണ്ട്. പക്ഷേ എങ്കിൽ ചില UPSC ലെവൽ എക്സാം അല്ലെങ്കിൽ മറ്റ് എക്സാമുകളിലൊക്കെ ചിലപ്പോൾ ചോദിക്കുന്ന സമയത്ത് അറ്റോർണി ജനറൽ നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും വരാറ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം അവിടെ മറ്റ് എക്സാമൊക്കെ എഴുതുന്ന സമയത്ത്. അതായത് നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, സിവിൽ സർവന്റ്. സോ അതായത് നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, സിവിൽ സർവന്റ്, ഇത്രയും കൂടുതലാണ് എന്തെന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ്. ഇത്രയും ചേരുന്നതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് എന്നാണ് PSC എക്സാമുകളിലൊക്കെ പറയുന്നത്. അതേസമയം ഇപ്പം UPSC എക്സാം ഒക്കെ ആണെങ്കിൽ അതിൽ നമ്മുടെ അറ്റോർണി ജനറലിനെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ സാധാരണ PSC ചോദ്യം ചോദിക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ലാത്തത് ഏത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ആൻസർ വന്നിട്ടുണ്ട്, അറ്റോർണി ജനറൽ എന്ന ആൻസർ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്തുണ്ട്, എക്സിക്യൂട്ടീവിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ അറ്റോർണി ജനറലിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റോർണി ജനറൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗം, ചെറുതായിട്ട് എക്സിക്യൂട്ടീവിന്റെ ഭാഗം തന്നെയാണ്, ചെറിയൊരു പങ്ക് മാത്രമേ പക്ഷെ അദ്ദേഹത്തിനുള്ളൂ. പക്ഷെ അവിടെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സോ ബാക്കി വരുന്ന ഏതൊരു വ്യക്തിയായാലും, ഇപ്പം നമ്മുടെ പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ സിവിൽ സർവന്റോ ഒക്കെ എടുത്തോ, അവർക്ക് നയരൂപീകരണത്തിലും അതുപോലെ തന്നെ നിയമനിർമ്മാണ പ്രക്രിയയിലും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ഡിസിഷൻസിലും ഒക്കെ എന്തുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പങ്കുണ്ട്. പക്ഷെ അറ്റോർണി ജനറൽ അത്രയും വലിയ ഇമ്പോർട്ടൻസ് എന്തില്ല, ആ കാര്യങ്ങളിലൊന്നും ഇല്ല. കാരണം അറ്റോർണി ജനറൽ എന്താണ്, ഒരു പാർട്ട് ടൈം മെമ്പറിനെ പോലെ മാത്രമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് മാത്രമാണ് എന്തെന്ന് അറ്റോർണി ജനറലിനെ
ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് അറ്റോർണി ജനറൽ സർക്കാരിന്റെ മുഴുവൻ സമയ ഉദ്യോഗസ്ഥനല്ല എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു നിയമ ഉദ്യോഗസ്ഥനും നിയമ ഉപദേഷ്ടാവും മാത്രമാണ്. എക്സിക്യൂട്ടീവ് മെഷീനറിയുടെ ഭാഗമല്ല. PSC എക്സാം ചോദിച്ചാൽ എങ്ങനെ തന്നെ എഴുതണം? എക്സിക്യൂട്ടീവ് മെഷീനറിയുടെ ഭാഗമല്ല, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന്റെ ഭാഗമല്ല. ഓക്കെ, അപ്പം മറ്റ് എക്സാമുകളൊക്കെ ഏത് സമയത്ത് ശ്രദ്ധിക്കുക. UPSC പോലുള്ള എക്സാമുകളാണെങ്കിൽ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന്റെ ഭാഗമാണ് എന്ന് ആൻസർ ചെയ്യണം. സോ നോട്ട് എ ഗവൺമെന്റ് സർവന്റ്. അറ്റോർണി ജനറൽ സർക്കാരിന്റെ മുഴുവൻ സമയ ഉദ്യോഗസ്ഥനല്ല. അദ്ദേഹം ഒരു നിയമ ഉദ്യോഗസ്ഥനും നിയമ ഉപദേഷ്ടാവുമാണ്, പക്ഷെ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന്റെ ഭാഗമല്ല. നെക്സ്റ്റ്, ഗവൺമെന്റിനെതിരെ ഹാജരാകാൻ കഴിയില്ല. ഗവൺമെന്റിനെതിരെ ഹാജരാകാൻ കഴിയില്ല. കോടതിയിൽ ഇന്ത്യ ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിനോ എതിരായ ഒരു കക്ഷിയെയും പ്രതിനിധീകരിക്കാൻ അറ്റോർണി ജനറലിന് കഴിയില്ല. അതുപോലെ തന്നെ സർക്കാർ വിചാരണ ചെയ്യുന്ന ഒരു ക്രിമിനൽ കേസിൽ പ്രതിയെ സംരക്ഷിക്കാൻ അറ്റോർണി ജനറലിന് കഴിയില്ല. അപ്പം അറ്റോർണി ജനറൽ സംസ്ഥാന ഗവൺമെന്റിന് എതിരെയോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനെതിരെയോ കോടതിയിൽ പോയിട്ട് വാദിക്കാൻ പാടില്ല. കാരണം അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തി, അതായത് ഗവൺമെന്റിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് നമ്മുടെ അറ്റോർണി ജനറൽ. അവർക്കെതിരെ പോയിട്ട് കോടതിയിൽ വാദിക്കുകയോ ഇല്ല, അവർ വാദിക്കാൻ പറ്റുമോ? ഇല്ല, കഴിയില്ല, അല്ലെ? ഒരിക്കലും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അറ്റോർണി ജനറൽ വേണ്ടപ്പെട്ട ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ അറ്റോർണി ജനറലിന്റെ സുഹൃത്ത് എന്തും ആയിക്കോട്ടെ, അറ്റോർണി ജനറൽ മുഴുവൻ സമയ ഒരു ഉദ്യോഗസ്ഥനല്ല എങ്കിലും ഇപ്പൊ അദ്ദേഹത്തിന് ബാക്കി സമയം ഉണ്ടെങ്കിൽ എന്താകാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ നോർമലായിട്ട് സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാനൊക്കെ പോവാം. പക്ഷേങ്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് ആയാലും ഏതെങ്കിലും ഒരു കേസ് അദ്ദേഹം വാദിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ അത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ കയ്യിലിരിക്കുന്ന കേസാണെന്നിരിക്കട്ടെ. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ CBI അന്വേഷണം നടത്തുന്ന ഒരു കേസാണെന്നിരിക്കട്ടെ, അത് നമുക്ക് സുപ്രീം കോടതിയിൽ എത്തി. ഓക്കെ, അപ്പൊ അതിനെതിരെ ഒന്നും കോടതിയിൽ ഹാജരാകാൻ വേണ്ടിയിട്ട് ആർക്കും അനുവാദമില്ല? അറ്റോർണി ജനറലിന് അനുവാദം ഇല്ല. അതായത് സർക്കാർ വിചാരണ ചെയ്യുന്ന ഒരു ക്രിമിനൽ കേസിൽ പിന്നെ പ്രതിയെ സംരക്ഷിക്കാനൊന്നും അറ്റോർണി ജനറലിന് അനുവാദം ഇല്ല. നെക്സ്റ്റ്, സ്വകാര്യ പ്രാക്ടീസിന് സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. അതായത് അദ്ദേഹത്തിന് മുഴുവൻ സമയ എംപ്ലോയി അല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വകാര്യമായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേങ്കിൽ അതിനെന്ത് വേണം? സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. അതായത് അദ്ദേഹം സ്വകാര്യ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് അനുമതി കൂടിയേ തീരൂ. ഇപ്പൊ സ്വകാര്യ നിയമ പ്രാക്ടീസ് നടത്താൻ അനുവാദമുണ്ടെങ്കിലും അറ്റോർണി ജനറൽ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഇന്ത്യ ഗവൺമെന്റിനെതിരെ ഉപദേശിക്കുകയോ ബ്രീഫുകൾ നടത്തുകയോ ചെയ്യരുത്. ഇന്ത്യ ഗവൺമെന്റിനെതിരെ ഉപദേശിക്കുകയോ ബ്രീഫുകൾ നടത്തുകയോ ചെയ്യരുത്. അതായത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കേസ് വരുന്ന സമയത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമ ഉപദേഷ്ടാവാണ് ഈ അറ്റോർണി ജനറൽ. അപ്പം ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും ആർക്കറിയാൻ പറ്റും? അറ്റോർണി ജനറലിന് അറിയാൻ വേണ്ടി പറ്റും. സോ ഏതെങ്കിലും ഒരു കേസുമായി പോയിട്ട് ഇന്ത്യ ഗവൺമെന്റിനെതിരെ ഉപദേശം കൊടുക്കാൻ ആർക്ക് പറ്റില്ല? അറ്റോർണി ജനറലിന് പറ്റില്ല. അതായത് ഇന്ത്യ ഗവൺമെന്റിനെതിരെ ഒന്നും വാദിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റില്ല? അറ്റോർണി ജനറലിന് പറ്റില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ബ്രീഫ് ചെയ്താലോ അതൊന്നും പാടില്ല അറ്റോർണി ജനറലിന്. ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും സ്വകാര്യ നിയമപരമായ ജോലിക്ക് സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണം. ഓക്കെ, ഇതല്ലാതെ ഇപ്പൊ ഏതെങ്കിലും ലീഗലായിട്ടുള്ള എന്തെങ്കിലും ജോലി വല്ലതും ചെയ്യണം എന്നുണ്ടെങ്കിൽ മുൻകൂറായിട്ട് എന്തെന്ന് സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങിയിരിക്കണം. നെക്സ്റ്റ്, എക്സിക്യൂട്ടീവ് അതോറിറ്റി അല്ല. അറ്റോർണി ജനറലിന് എക്സിക്യൂട്ടീവ് അധികാരം ഇല്ല. സർക്കാരിന് വേണ്ടി അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല, ഉപദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് നിർവഹണപരമായ വിഷയങ്ങളിൽ അറ്റോർണി ജനറലിന് യാതൊരു തരത്തിലുള്ള അധികാരങ്ങളും ഇല്ല. എന്തെങ്കിലും ചോദിച്ചാൽ ഉപദേശം കൊടുക്കുക, ഇല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് വേറെ ഒന്നും പറയാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. സോ വെരി പവർഫുൾ പോസ്റ്റ് ആണ് അറ്റോർണി ജനറൽ എന്ന് പറയാൻ നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിക്കണം. നെക്സ്റ്റ്, പാർലമെന്റിൽ വോട്ടവകാശമില്ല. ഓക്കെ, അപ്പൊ ക്ഷണിക്കപ്പെടുമ്പോൾ അറ്റോർണി ജനറലിന് പാർലമെന്ററി നടപടികളിൽ പങ്കെടുക്കാം, പക്ഷെ വോട്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു പാർലമെന്ററി കമ്മിറ്റിയിലും അംഗമാകാൻ കഴിയില്ല. ഒരു പാർലമെന്ററി കമ്മിറ്റിയിലും എന്താകാൻ പറ്റില്ല? അംഗമാകാൻ കഴിയില്ല. അത് മാത്രമല്ല, പ്രത്യേകമായി ക്ഷണിക്കപ്പെടാത്ത പക്ഷം പങ്കെടുക്കാൻ പോലും പറ്റില്ല. സോ പാർലമെന്ററി കമ്മിറ്റികളിൽ വിളിച്ചാൽ മാത്രം പങ്കെടുക്കാം. അതായത് 88ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, അല്ലെ? ആ ഒരു അധികാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്ന് കരുതിയിട്ട് എപ്പോഴും പാർലമെന്റിൽ പങ്കെടുക്കാൻ പറ്റില്ല. പ്രത്യേകമായി ക്ഷണമുണ്ടെങ്കിൽ മാത്രമാണ് പാർലമെന്റിൽ പങ്കെടുക്കാൻ പറ്റുന്നത്.
ഇനി കാലാവധി നിശ്ചയിച്ചിട്ടില്ല. രാഷ്ട്രപതിയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അറ്റോർണി ജനറൽ പ്രവർത്തിക്കുന്നത്. ഇതിനർത്ഥം അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിലും നീക്കം ചെയ്യാം. ഇത് സ്വാതന്ത്ര്യത്തെ ബാധിച്ചേക്കാം. സോ അതായത് രാഷ്ട്രപതി അല്ലെങ്കിൽ കേന്ദ്രം പറയുന്നതനുസരിച്ചാണ് എന്തെന്ന് അറ്റോർണി ജനറല് പിന്നെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നതിന് എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അറ്റോർണി ജനറൽ. ഇപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാലം ഭരണഘടന ഉറപ്പ് നൽകുന്നില്ല. അതപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തെ ബാധിച്ചേക്കാം. അതൊരു ലിമിറ്റേഷനാണ്. അറ്റോർണി ജനറൽ എന്ന പോസ്റ്റിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ്, ജുഡീഷ്യൽ നിയമനങ്ങളിലോ ഭരണത്തിലോ നേരിട്ടുള്ള പങ്ക് ഇല്ല. ഇനി ജഡ്ജിമാരുടെ നിയമനത്തിലോ ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തിലോ അറ്റോർണി ജനറലിന് ഔപചാരികമായ ഒരു പങ്കുമില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ സർക്കാരിനെയോ കോടതികളെയോ ബാധിക്കുന്നതല്ല. അതായത് ഏതെങ്കിലും ഒരു ജഡ്ജിയെ നിയമിക്കുന്ന വിഷയത്തിലോ അല്ലെങ്കിൽ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലോ അറ്റോർണി ജനറലിന് യാതൊരു പങ്കുമില്ല. അദ്ദേഹം ഒരു ഉപദേശം കൊടുത്താൽ സർക്കാർ അത് കമ്പൽസറി ആയിട്ട് ചെയ്യണോ, അങ്ങനെ ഒരു നിർബന്ധവുമില്ല. ഇപ്പൊ കോടതി കമ്പൽസറി ആയിട്ട് ചെയ്യണോ, അങ്ങനെയുമില്ല. അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹത്തിന് ഉപദേശം നൽകാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്യണോ വേണ്ടോ ഒന്നും അതൊക്കെ ആര് തീരുമാനിക്കും? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് തീരുമാനിക്കുക. സോ അപ്പൊ ഇത്രയും ആണ് പിന്നെ അറ്റോർണി ജനറലിന്റെ ലിമിറ്റേഷൻസിനെ പറ്റിയിട്ട് പറയുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇപ്പം നിലവിലുള്ള അറ്റോർണി ജനറൽ ആരാണ് എന്നുള്ളതാണ്. ആർ വെങ്കട്ട രമണി. അവരെപ്പോഴാണ് അപ്പോയിന്റ് ചെയ്തത്? ഒക്ടോബർ 1, 2022. സോ ഇപ്പം കറണ്ട് എന്ന് പറയുമ്പം 2022 മുതൽ ഇപ്പം നിലവിൽ ഉള്ളത് വരെ ആരാണ്? വെങ്കട്ടരമണിയാണ്. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇപ്പം പറയുന്ന സമയം വരെ അവരാണ്. ഇപ്പം അറ്റോർണി ജനറൽ എന്ന പോസ്റ്റിനൊന്നും ഒരു ഉറപ്പുമില്ല. എപ്പം വേണമെങ്കിലും ആരെ വേണമെങ്കിലും മാറ്റാം. ഓക്കെ, എപ്പോഴും അപ്പോൾ കറണ്ട് ഉള്ള സംഭവം നമ്മൾ ഇത് അതേപോലെ പഠിക്കരുത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കുക. കറണ്ട് ഇപ്പോൾ ഇവർ തന്നെയാണോ ഉള്ളത് എന്ന് സെർച്ച് ചെയ്ത് നോക്കണം എപ്പോഴും ഇത് നോക്കുന്ന സമയത്ത്. കാരണം എപ്പോഴും വേണമെങ്കിലും ഇതൊക്കെ മാറി വരാം. ഓക്കെ, നെക്സ്റ്റ്, ഫസ്റ്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് അറ്റോർണി ജനറൽ ആരാണ്? MC സെതൽവാഡ്. അതുപോലെ തന്നെ അദ്ദേഹമാണ് ലോങ്സ്റ്റ് സെർവിങ് അറ്റോർണി ജനറലും. ഓക്കെ, അപ്പോൾ ഭാരതത്തിന്റെ ആദ്യ അതുപോലെ തന്നെ ലോങ്സ്റ്റ് സെർവിങ് അറ്റോർണി ജനറൽ ആരാണ്? MC സെതൽവാദ് ആണ്. ഓക്കെ, ഇനി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റോർണി ജനറൽ ആയിട്ടുള്ള ഒറ്റ മലയാളി മാത്രമേ ഉള്ളൂ. അതാരാണ്? KK വേണുഗോപാൽ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഓൺലി മലയാളി ഹു ബിക്കം ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ KK വേണുഗോപാൽ. ഈ 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കറണ്ടുള്ള കാര്യം എപ്പോഴും ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ആർട്ടിക്കിള് അതായത് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 76 ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ക്ലോസ് അടക്കം ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ് 1, ക്ലോസ് 2 എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഓപ്ഷൻസ് അങ്ങനെ തന്നെ ഉണ്ടാവും. 76 ക്ലോസ് 1 അങ്ങനെ തന്നെ വരാം. ഓക്കെ, സോ ഭാരതത്തിന്റെ അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 76. ആർട്ടിക്കിൾ 76 ക്ലോസ് 1. സുപ്രീം കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ഒരാളെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി രാഷ്ട്രപതി നിയമിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള അതേ യോഗ്യത തന്നെയാണ് അറ്റോർണി ജനറലിനും വേണ്ടത്. ഓക്കെ, അപ്പോൾ അറ്റോർണി ജനറലിന്റെ യോഗ്യത പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഓപ്ഷനിലൊക്കെ 76 ക്ലോസ് 1 അങ്ങനെയൊക്കെ വരും. അപ്പം അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. 76 ക്ലോസ് 1 സുപ്രീം കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ഒരാളെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി രാഷ്ട്രപതി നിയമിക്കും എന്ന് പറഞ്ഞത്. 76 ക്ലോസ് 2. നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന് ഉപദേശം നൽകുക. രാഷ്ട്രപതി ഇടയ്ക്കിടെ അദ്ദേഹത്തിന് റഫർ ചെയ്യുകയോ നിയോഗിക്കുകയോ ചെയ്യുന്ന നിയമപരമായ സ്വഭാവമുള്ള മറ്റു കടമകൾ നിർവഹിക്കുക. ഭരണഘടനയോ അല്ലെങ്കിൽ നിലവിൽ പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമമോ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുക എന്നിവയാണ് അറ്റോർണി ജനറലിന്റെ കടമ. നമ്മളിപ്പം പറഞ്ഞ കാര്യം തന്നെയാണിത്. അദ്ദേഹത്തിന്റെ എന്താണ് പിന്നെ ഡ്യൂട്ടീസ് ആണ് ഇവിടെ പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചുമതലകളാണ് 76 ക്ലോസ് 2 പ്രതിപാദിക്കുന്നത്. ഓക്കെ, 76 ക്ലോസ് 3. തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അറ്റോർണി ജനറലിന് ഭാരതത്തിലെ ഏത് കോടതിയിലും പങ്കെടുക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്?
ഏതാണ് ഇപ്പം 76 ക്ലോസ് 3. ഓക്കെ, 76 ക്ലോസ് 3. ഇനി 76 ക്ലോസ് 4 എന്താ പറയുന്നത്? രാഷ്ട്രപതിയുടെ ഇഷ്ടപ്രകാരം അറ്റോർണി ജനറൽ പദവി വഹിക്കുകയും രാഷ്ട്രപതി നിർണ്ണയിക്കുന്ന പ്രതിഫലം സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ, ഒന്നും പറയാനില്ല പ്രത്യേകിച്ച്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, രാഷ്ട്രപതിയുടെ ഇഷ്ടപ്രകാരമായിരിക്കും അറ്റോർണി ജനറൽ പദവി വഹിക്കുക, രാഷ്ട്രപതി നിർണ്ണയിക്കുന്ന പ്രതിഫലമായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക. അപ്പൊ പ്രതിഫലത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? 76 ക്ലോസ് 4. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അറ്റോർണി ജനറൽ എന്ന ടോപ്പിക്കിൽ മെയിനായിട്ട് പല എക്സാമുകളായിട്ട് ചോദിച്ച ആവർത്തിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമ്മൾ അടുത്തൊരു ഭരണഘടനാ സ്ഥാപനത്തിനെ പറ്റിയിട്ടായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക.